വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ, നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ നോയിമ്പിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ യേശുവിനെക്കുറിച്ചും അവൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ധ്യാനിക്കുന്നത് ഏറെ നല്ല കാര്യമാണ്. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്ന്. യേശുവിൻ്റെ രക്തത്താലാണ് നാം പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെട്ടത് എന്ന്. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം, ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് വിശുദ്ധീകരണവും സൗഖ്യവും ഏകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി നമ്മുടെ ജീവിതത്തെ നമുക്കൊരുക്കാം. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനും സ്നേഹിതയുമായ നല്ല കർത്താവേ, എൻ്റെ മുൻപിലായിരിക്കുന്ന ഇവരെ ഓരോരുത്തരെയും, ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ ഇവർ കഴുകപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ രക്തത്തിൻ്റെ അമൂല്യത, അങ്ങയുടെ രക്തത്തിൻ്റെ ആ വലിപ്പം, അതിൻ്റെ ശക്തി നീ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം ഇന്ന് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്ന് നീ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. ആത്മീയ അന്ധതകൾ വിട്ടുമാറട്ടെ, അജ്ഞതകൾ വിട്ടുമാറട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് അവർ നിറയപ്പെടട്ടെ. അങ്ങനെ ദൈവമക്കൾ എന്ന പദവിയിൽ അഭിമാനത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരു ജയ ജീവിതം നയിക്കുവാൻ
ഇവരനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധയമ്മേ മാതാവേ, പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശുവിൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം എന്നാണ്. യേശുവിൻ്റെ രക്തത്തിൽ അല്ലെങ്കിൽ രക്തത്താൽ എങ്ങനെയാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്? യേശുവിൻ്റെ രക്തം എങ്ങനെയാണ് നമുക്ക് വിശുദ്ധി നൽകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹെബ്രായക്കാർക്ക് ലേഖനം 13-ാം അധ്യായം 12-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: സ്വന്തം രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ജനത്തിനു വേണ്ടി യേശു കവാടത്തിന് പുറത്ത് വെച്ച് പീഡനങ്ങളേറ്റു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ യേശുവിൻ്റെ രക്തത്താൽ ജനം വിശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ യേശുവിൻ്റെ രക്തത്തിൽ വിശുദ്ധീകരണമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, യേശുവിൻ്റെ രക്തം കൊടുത്ത്, യേശുവിൻ്റെ രക്തമെന്ന വില കൊടുത്ത് യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്ന്. എന്തിനാണ് അങ്ങനെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്? ആ രക്തത്താൽ നമ്മൾ കഴുകപ്പെടണം, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവജനത്തിൻ്റെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ വിശുദ്ധീകരണം പ്രിയമുള്ളവരെ യേശുവിൻ്റെ രക്തത്തിലുണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ നിങ്ങൾക്കുള്ള വിശുദ്ധീകരണമുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. അപ്പോൾ ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം, ആ രക്തത്തിൽ ദൈവ സ്വഭാവമുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധി ആ രക്തത്തിലുണ്ട്. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്, ദൈവപുത്രനാണ്. ആയതിനാൽ ആ രക്തത്താൽ ഇതാ നമ്മൾ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പം നമ്മെ എല്ലാവിധ പാപത്തിൽ നിന്നും, അതിൻ്റെ കറകളിൽ നിന്നും, അനന്തര ഫലങ്ങളിൽ നിന്നും, പാപം മൂലം നമ്മുടെ അകം അശുദ്ധമായ എല്ലാ മേഖലകളും ശുദ്ധീകരിക്കുവാൻ ശക്തമാണ് യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, പഴയ നിയമ കാലഘട്ടത്ത്, യേശുവിന് മുൻപുള്ള കാലങ്ങളിൽ അന്നത്തെ ജനങ്ങളൊക്കെ അവർ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴും പരിഹാര ബലികൾ അർപ്പിക്കുന്നതൊക്കെ അവരുടെ എല്ലാ ബലികൾ വഴിയും കുഞ്ഞാടിനെ കൊന്ന് രക്തം തളിച്ച് അവർ ബലിയർപ്പിക്കുന്നു. ഈ പ്രവൃത്തി വഴിയെല്ലാം പാപം മായ്ക്കപ്പെടുന്നില്ല, പിന്നെയോ മറയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ ഒരുവൻ്റെ പ്രവൃത്തി അവൻ്റെ പാപത്തെ താൽക്കാലികമായി മറയ്ക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ
പാപത്തെ മറയ്ക്കുകയല്ല ചെയ്യുന്നത്, ആ പാപത്തെ അവിടെ ഒരിക്കലും ഉണ്ടാകുപോലും ഇല്ലാത്ത വിധത്തിൽ എന്നേക്കുമായി മായ്ച്ചു കളയുന്ന അവസ്ഥയാണ് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലോട്ട് വന്നു കയറുമ്പോൾ കഴിഞ്ഞ പീരീഡ് എഴുതിയിട്ട ആ വിഷയങ്ങൾ ഒക്കെ ബോർഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഡസ്റ്റർ എടുത്ത് മുഴുവൻ തൂത്ത് കളയുന്നത് പോലെ, ഒന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ നന്നായിട്ട് തൂത്ത് ആ ബോർഡ് ക്ലീൻ ചെയ്യുന്നത് പോലെ, അത് മായ്ച്ചു കളയുന്നത് പോലെ, പ്രിയമുള്ളവരെ, യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപത്തിൽ നിന്നും അതിൻ്റെ അനന്തര ഫലത്തിൽ നിന്നും എല്ലാം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഒരിക്കലും അവിടെ ഉണ്ടായിട്ട് പോലുമില്ലാത്ത വിധത്തിൽ നിന്നെ ശുദ്ധീകരിച്ച് നിർമ്മലമാക്കുവാൻ, നിന്നെ പരിശുദ്ധമാക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്രയോ അത്ഭുതവാഹമാണ്. മറ്റൊരു കാര്യം, യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്. ഒരു മരുന്നിൽ, നമ്മൾ കഴിക്കുന്ന മരുന്നിനകത്ത് നമ്മുടെ രോഗത്തിന് സൗഖ്യമുണ്ട്. അതുകൊണ്ടാണ് ആശുപത്രിയിൽ പോകുന്നത്. ഡോക്ടർ പറയുന്ന അനുസരിച്ച് ആ മരുന്ന് നമ്മൾ കഴിക്കുന്നത്. ഞാനും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ മരുന്നിനകത്ത് നമ്മുടെ രോഗത്തെ സുഖപ്പെടുത്തുന്ന, രോഗത്തെ കളയുന്ന ശക്തി അതിനകത്തുണ്ട്. ഇതുപോലെ യേശുവിൻ്റെ രക്തത്തിനകത്ത് നിങ്ങളുടെ രോഗത്തെ എന്നേക്കുമായി കളയുന്ന ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണ മറ്റൊരു കാര്യം, ഒരു വിശ്വാസത്തിൻ്റെ ഒരു തലമുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു തലം ഇവിടെ വർക്ക് ചെയ്യണം. വിശ്വാസത്താലാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ, അനുഭവവേദ്യമാക്കാൻ പറ്റുന്നത് വിശ്വാസത്താലാണ്. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയാലല്ല, വിശ്വാസത്താലാണ്. ഇത് വിശ്വാസത്താൽ ചെയ്യണം നമ്മൾ. കഴിഞ്ഞ ദിവസമായാലും ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ വളരെയധികം ക്ഷീണിച്ചാണ്, എന്നാലും വിശുദ്ധ കുർബാന മുടക്കിയാൽ ക്ഷീണിച്ച് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴായാലും ആ കുർബാന, വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ എൻ്റെ ഇരിപ്പിടത്തിൽ വന്ന് സട്ടാങ്ങം വീണ് കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ, ഇപ്പോൾ ഞാൻ സ്വീകരിച്ച യേശുവിൻ്റെ ശരീരത്തിൻ്റെ യോഗ്യതയാൽ ആ രക്തത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ എൻ്റെ രോഗത്തിൻ്റെ ക്ഷീണങ്ങളുടെ എല്ലാ മേഖലയിലേക്കും വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ശരീരത്തിലെ, എൻ്റെ രക്തത്തിലെ അണുക്കളെല്ലാം നിർവീര്യമാകട്ടെ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എൻ്റെ രക്തം ശുദ്ധീകരിക്കപ്പെടട്ടെ. എൻ്റെ രക്തത്തിലുള്ള രോഗത്തിൻ്റെ അണുക്കളെല്ലാം അങ്ങയുടെ രക്തത്താൽ നിർവീര്യമാകട്ടെ. എൻ്റെ രോഗത്തിൻ്റെ അണുക്കളെല്ലാം വിട്ടുപോകട്ടെ. ഞാൻ സൗഖ്യമാകട്ടെ. എൻ്റെ രക്തം അങ്ങയുടെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് എൻ്റെ ശരീരത്തിലൂടെ രക്തങ്ങൾ മുഴുവൻ അങ്ങയുടെ രക്തമായി ട്രാൻസാക്ഷൻ നടത്തപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഇത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ ആ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ഓൾറെഡി അപ്പോഴത് സംഭവിക്കുക ചെയ്യുന്നത്. യെസ്, ഇപ്പോൾ തന്നെ സംഭവിക്കുക ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ അത് സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വൈദികൻ കുമ്പസാരക്കൂട്ടിലിരുന്ന് പറയുന്നില്ലേ, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൃശ്യമായി നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് വൈദികൻ പറയുമ്പോൾ അതവിടെ സംഭവിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അവിടെ സംഭവിക്കുന്നത്. അദൃശ്യമായി അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ രക്തം, പ്രിയമുള്ളവരെ, യേശു നമുക്ക് നൽകിക്കഴിഞ്ഞിരിക്കുക. ഈ രക്തം നമ്മൾ വിശ്വാസത്താൽ നമ്മൾ അനുദിനം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് യേശു ചിന്തിയ രക്തത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവവേദ്യമായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിലോ യേശു കാൽവരിയിൽ രക്തം ചിന്തി,
രക്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, നമുക്കൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഒരുവൻ സോപ്പ് കമ്പനിയിലാണ് ജോലിയെങ്കിലും സോപ്പ് ഉപയോഗിക്കുകയില്ലെങ്കിൽ അവർ ദേഹത്തെ അഴുക്ക് പോകുകയില്ല. തോടിൻ്റെ ഇറമ്പിൽ ആറ്റുവക്കത്ത വീട് ആറ് നിറച്ച് വെള്ളം ഒഴുകുക. പക്ഷേ ജന്മം ചെയ്ത യവൻ ആറ്റിലിറങ്ങി കുളിക്കുകയില്ലെങ്കിൽ എങ്ങനെയാണ് ശുദ്ധി വരുന്നത്? ഇതുപോലെ യേശു കാൽവരിയിൽ ഒരുക്കിയ ആ രക്തം ഇന്നും ഇതാ നമ്മുടെ സമീപത്തേക്ക് അവൻ ഒഴുക്കിക്കൊണ്ടിരിക്കുക. യെസ്, അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുക ആ രക്തം. പ്രിയമുള്ളവരെ, അവൻ്റെ അവസാന തുള്ളി രക്തവും അവൻ ഭൂമിയിൽ ഒഴുക്കി തന്നിട്ടാ പോയത്. ഇതവിടെ ഒഴുക്കിയിട്ടുണ്ട്, നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വ്യക്തിപരമായ ഒരു പ്രയോജനവുമില്ല. പിന്നെന്ത് ചെയ്യണം? വിശ്വാസത്താൽ ഈ രക്തം നമ്മൾ എടുക്കണം, ഉപയോഗിക്കണം. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. യേശുവേ, അങ്ങയുടെ രക്തത്താൽ ഞാൻ കഴുകപ്പെടട്ടെ, ഞാൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ അകത്ത് അനേകം അശുദ്ധി വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ദ്രിയം കാണാൻ പാടില്ലാത്തതൊക്കെ അബദ്ധത്തിലും അറിഞ്ഞും ഒക്കെ ബലഹീനതയിൽ അകപ്പെട്ടൊക്കെ നമ്മൾ പല സംഭവങ്ങളും കാഴ്ചകളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ദ്രിയങ്ങളിലൂടെ പലവിധമായ നമ്മുടെ ചെവിയിലൂടെ, അതുങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയെല്ലാം നമ്മുടെ അകത്ത് അശുദ്ധി കടന്നു വരുന്നു. ഇതുപോലെ വെറുപ്പ്, വിരോധം, ദേഷ്യം, അരിശം, പക, വിദ്വേഷം, ഇതുവഴി നമ്മുടെ അകം അശുദ്ധമാകുന്നു. നമ്മുടെ പാപത്തിൻ്റെ പ്രവർത്തികൾ വഴി നമ്മുടെ ഉള്ളം അശുദ്ധമാകുന്നു. അങ്ങനെ പല വിധത്തിൽ നമ്മുടെ അകം, ആന്തരിക മനുഷ്യൻ അശുദ്ധമാകുന്നു, ആന്തരിക ഇന്ദ്രിയങ്ങൾ അശുദ്ധമാകുന്നു. ഈ മേഖലയിൽ ഇതാ യേശുവിൻ്റെ രക്തം നിങ്ങൾ വിശ്വാസത്താൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, തന്നെ ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട യേശുവിൻ്റെ രക്തം നമ്മുടെ അന്ധകരണങ്ങളെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയോ അധികമായി വിശുദ്ധീകരിക്കും എന്ന്. അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മുടെ അന്ധകരണങ്ങളെ നിർജീവമായ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് നമ്മുടെ അകത്തെ മനുഷ്യനെ, ആന്തരിക അവയവങ്ങളെ, നമ്മുടെ ബുദ്ധിയെ, മനസ്സിനെ, മനസ്സാക്ഷിയെ ഒക്കെ കഴുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഞാനത് ഉപയോഗിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉപയോഗിക്കുമ്പോഴാണ് അത് പ്രാക്ടിക്കലാകുന്നത്. ജോബിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ, ജോബിന് 10 മക്കളാണ് ഉള്ളത്. ഈ 10 മക്കളെയും ജോബ് കൂടെ കൂടെ വിളിച്ചു കൂട്ടും. പ്രത്യേകിച്ച് ചില വിശേഷ ദിവസങ്ങളോ ഫങ്ഷനുകളോ ഇവരെല്ലാവരും കൂടെ, പലരും പല വീടുകളിൽ മാറി താമസിക്കുകയും മക്കളൊക്കെ കുടുംബമായിട്ട് ഇവരൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ അവരെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തി ഓരോ മക്കളുടെയും തലയിൽ കൈവച്ച് ജോബ് എന്ത് ചെയ്യും? അവരെ വിശുദ്ധീകരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. നമ്മൾ ദൈവത്തോട് പറയുകയല്ല, ദൈവമേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറയാതെ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തോട് ദൈവം എന്താ പറയുന്നത്? ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെടുവാൻ എന്താ ചെയ്യുന്നത്? സംഹാരദൂതൻ ഇതുവഴി ഈ രാത്രിയിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കള് അവർ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം എടുത്ത് നിങ്ങൾ താമസിക്കുന്ന കട്ടിലപ്പടികളിൽ തേച്ചു വയ്ക്കണം. എന്നിട്ട് വാതിലടച്ച് അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചോണം. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം കാണുന്ന ഒരു ഭവനത്തിലേക്കും സംഹാരദൂതൻ പ്രവേശിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് ഈശോയെ നീ കഴുകണമേ, ദൈവമേ നീ കഴുകണമേ എന്നവർ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. ഒരു പ്രവൃത്തി ചെയ്യാൻ
ദൈവം അവരോട് പറയുക ചെയ്തത്. ഏതാ പ്രവൃത്തി? കുഞ്ഞാടിനെ കൊല്ലണം. 2, രക്തം എടുക്കണം. 3, നിങ്ങൾ തന്നെ കട്ടിലെ പടിയിൽ അത് തേച്ച് വയ്ക്കണം. കണ്ടോ, ഇത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. പുതിയ നിയമത്തിലും ഇത് തന്നെയാണ്. യേശു എന്ന കുഞ്ഞാട് അറക്കപ്പെട്ടു. ദൈവം ആ കുഞ്ഞാടിനെ കൊല്ലുവാൻ വിട്ടുകൊടുത്തു. രക്തവും നമുക്ക് വേണ്ടി ചിന്തി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രക്തമെടുത്ത് വിശ്വാസത്താൽ അവകാശത്തോടെ ഞാൻ നമ്മുടെ കുടുംബങ്ങളുടെ കട്ടിലപ്പടികളിൽ തേക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ തേക്കണം. നമ്മൾ വിശ്വാസത്താൽ നാം നമ്മളെ തന്നെ കഴുകണം. അല്ല, നീ എന്ന് പറഞ്ഞേ, യേശുവേ അങ്ങയുടെ രക്തത്താൽ ഞാൻ എന്നെ കഴുകുന്നു എന്ന് പറയുമ്പോൾ അതവിടെ സംഭവിച്ചു. എൻ്റെ ചിന്തകളെ ഞാൻ കഴുകുന്നു, എൻ്റെ ബുദ്ധിയെ, എൻ്റെ മനസ്സിനെ, വികാരങ്ങളെ, എൻ്റെ വിചാരങ്ങളെ, എൻ്റെ കണ്ണുകളെ, കാതുകളെ, എൻ്റെ ശരീരത്തെ, ശരീര അവയവങ്ങളെ ഒക്കെ ഞാൻ അങ്ങയുടെ രക്തത്താൽ കഴുകുന്നു, ശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം അപ്പോൾ തന്നെ ശുദ്ധീകരിക്കപ്പെടുകയാണ്, കഴുകപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് അനുദിനം എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കഴുകണം, നിങ്ങളുടെ പ്രോപ്പർട്ടിയെ കഴുകണം, വാഹനങ്ങളെ കഴുകണം, നിങ്ങളെ തന്നെ കഴുകണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിയെ യേശുവിൻ്റെ രക്തത്താൽ ഇതാ കഴുകപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങനെ തന്നെ പറ. അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, എല്ലാ പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ കറകളിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും നമ്മുടെ ആന്തരിക മനുഷ്യനെ, ആന്തരിക അവയവങ്ങളെ, അന്ധകരണങ്ങളെ ഒക്കെ കഴുകാൻ ശക്തമാണ്, വിശുദ്ധീകരിക്കാൻ ശക്തമാണ്. നമ്മളെ വിശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തം. ഈ രക്തം നാം വിശ്വാസത്താൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാത്രമാണ് പ്രാക്ടിക്കലാകുന്നത്. യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ പൂർത്തി വരുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാലാണ്. ഹല്ലേലൂയ. അതിനായി, ഈ കൃപയ്ക്കായി, ഈ അഭിഷേകത്തിനായി നമുക്ക് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മക്കളും ഇരു കരങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇവരെ ഓരോരുത്തരെയും ഞാൻ കഴുകുന്നു. യേശുവിൻ്റെ രക്തത്താൽ, യേശുവേ അങ്ങയുടെ രക്തത്താൽ ഇവരെ ഓരോരുത്തരെയും ഞാൻ കഴുകുന്നു. ഇവരുടെ ചിന്തകളെ, ഇവരുടെ ബുദ്ധിയെ, ഇവരുടെ മനസ്സിനെ, വികാരങ്ങളെ, വിചാരങ്ങളെ, അന്ധകരണങ്ങളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാലിന്യങ്ങളെല്ലാം നീക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധികളെല്ലാം വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപം വഴി വന്ന ആ അശുദ്ധികൾ, ആസക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തോടുള്ള, സെക്സിനോടുള്ള, ലൈംഗികതയോടുള്ള, ലോകത്തോടുള്ള, പണത്തോടുള്ള, മദ്യത്തോടുള്ള ആസക്തികൾ യേശു നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപമൂലയുടെ വന്നിരിക്കുന്ന എല്ലാ ആസക്തികളും, അശുദ്ധികളും യേശു നാമത്തിൽ മാറട്ടെ. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇവരുടെ അകത്തേക്ക് കടന്നു വന്ന അശുദ്ധികൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. പാപത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും, പാപത്തിലേക്ക് വീഴുന്ന ഇവരുടെ സ്വഭാവങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകുന്നു. ഓ ശുദ്ധീകരിക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് ശക്തി ഒഴുകട്ടെ ഇപ്പോൾ തന്നെ ഇവിടെ കുടുംബങ്ങളെ മേൽ, ഇവിടെ മക്കളെ മേൽ, വിദേശത്തായിരിക്കുന്ന, സ്വദേശത്തായിരിക്കുന്ന എല്ലാവരുടെ മേലും, ഈ വലിയ സമൂഹത്തിന് മേൽ രക്തം ഒഴുകട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ, അശുദ്ധികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. The mighty power, the mighty anointing right now. Hallelujah, 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 hallelujah. അഭിഷേകം വിശുദ്ധികളുണ്ട്. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്തിൽ യേശുവിന്റെ നാമത്തിൽ
ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇത് കേട്ട ഒരു അറിവായിട്ട് കിടക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് മുതൽ ഇത് അപ്ലൈ ചെയ്യുക, ഉപയോഗിക്കുക. ഉപയോഗിക്കുമ്പോഴാണ് അനുഭവമായി മാറുന്നത്. വചനം കേട്ടാൽ അനുഭവമാകിയല്ല. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ